ഇരിട്ടി ഭരണങ്ങാനം അസീസി പട്ടാരം വിമലഗിരി ധ്യാന കേന്ദ്രങ്ങളുടെ സ്ഥാപകനും കേരളത്തിൽ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ആരംഭത്തിൽ പ്രധാനിയുമായിരുന്ന കപ്പുച്ചിൻ സഭാംഗം ആർമണ്ട് മാധവത്തച്ഛന്റെ തിരുസഭ ദൈവദാസ പദവിയിലേക്ക് ഉയർത്തൽ ചടങ്ങ് ജൂലൈ 13 നടക്കും. തലശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത ജോസഫ് പാംപ്ലാനി തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ഫാദർ തോമസ് കരിങ്ങടയിൽ കപ്പുച്ചിൻ പ്രൊഫീഷ്യൻ മിനിസ്റ്റർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 13 ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഇരിട്ടി അടുത്തുള്ള പട്ടാരം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്കൊരു കൊച്ചു ധ്യാനകേന്ദ്രവും ഒരു ആശ്രമവും ഉണ്ട്. ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ തുടക്കക്കാരൻ ബഹുമാനപ്പെട്ട ആർമണ്ടച്ചനെ അവിടെയാണ് അച്ഛൻ്റെ മരണശേഷം അടക്കിയിരിക്കുന്നത്. അച്ഛൻ ഈ 2-ാം തീയതി ഉച്ച കഴിഞ്ഞ് പരിശുദ്ധ കുർബാന മധ്യേ അഭിവന്യ മെത്രാപ്പൊലീത്ത ജോസഫ് പാംപ്ലാനി പിതാവ് അദ്ദേഹത്തെ ദൈവദാസനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ കത്തോലിക്ക സഭയിലെ കപ്പൂച്ചിൻ സഭയുടെ മലബാർ പ്രവിശ്യയിൽപ്പെട്ട സഹോദരങ്ങളാണ്. ആർമണ്ടച്ചൻ കേരളത്തിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളുടെ ആരംഭകരിൽ പ്രധാനിയായിരുന്നു. ഭരണങ്ങാനം അസീസി ധ്യാന കേന്ദ്രവും അതിനുശേഷം ഇരിട്ടി പട്ടാരവും അച്ഛൻ സ്ഥാപിച്ച് അച്ഛൻ മുൻകൈയെടുത്ത് നടത്തിക്കൊണ്ട് പോരുന്നതാണ്. 2001 ജനുവരിയിൽ അച്ഛൻ ക്യാൻസർ ബാധിതനായി മരിച്ചു. അവിടെ അടക്കം ചെയ്തു. അതിൻ്റെ നാമകരണ പരിപാടികൾ ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ട് സഭ തുടങ്ങുന്നതാണ് ഈ ആദ്യഘട്ടം. അതിൻ്റെ 4 ഘട്ടങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ അകത്ത് ഞങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം ഈ ജൂലൈ 13 അതിൻ്റെ 1ാമത്തെ ഘട്ടമായ ദൈവദാസനായിട്ട് അദ്ദേഹം ഉയർത്തപ്പെടുന്നത്. 13 ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ഇരിട്ടി പട്ടാരം വിമലഗിരി ധ്യാന മന്ദിരത്തിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയിൽ തലശ്ശേരി അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വലിയമറ്റം, മാർ ജോർജ് ഞരളക്കാട്ട് എന്നിവർ സഹകാർമ്മികത്വം വഹിക്കും. 4 മണിക്ക് പൊതുസമ്മേളനം കേന്ദ്ര ന്യൂനപക്ഷ കാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. ആർമണ്ടച്ചനെക്കുറിച്ച് ഫാദർ ബിജു ഇളമ്പച്ചൻ വീട്ടിലെഴുതിയ 2 പുസ്തകങ്ങൾ മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രകാശനം ചെയ്യും. MP-മാർ, MLA-മാർ തുടങ്ങി വിശിഷ്ട വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംബന്ധിക്കും. ഫാദർ ജിതിൻ ആനിക്കുടിയിൽ, കപ്പൂച്ചിൻ വൈൻസ് പോസ്റ്റുലേറ്റർ ഫാദർ ജോസ് തച്ചുകുന്നേൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.